ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ലൈറ്റ് എനർജിയൊന്നുമല്ല. മിക്ക ആൾക്കാരുടെയും പേഴ്സൺ ഈ ഒരു ഫുൾ മൂൺ ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഇവർ എടുക്കുന്ന എന്തോ ഒരു ഡിസിഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ബാഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ നല്ല ഡിസിഷൻ എടുത്താലും നിങ്ങൾക്ക് ബാഡ്ലി എഫക്റ്റ് ആവും, മോശം ഡിസിഷൻ എടുത്താലും ബാഡ്ലി എഫക്റ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് വീട്ടുകാരെ എല്ലാം എതിർത്ത് മാരേജ് ചെയ്യാം, അതും നിങ്ങൾക്കൊരു വിഷമമല്ലേ. കൂടാതെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, അതും നിങ്ങൾക്ക് ബാഡ്ലി ആയിട്ടുള്ള എഫക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ലതെടുത്താലും ചീത്ത എടുത്താലും നിങ്ങൾക്ക് ബാഡായിട്ട് അത് എഫക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബാലൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചെടുത്താൽ അത്രയും നല്ലതാണ് ഡിസിഷൻ. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബാലൻസിലാണ് ഉള്ളത് എങ്കിൽ അവർ അവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കും, അവരുടെ ആത്മാവ് അവരോട് എന്താണോ പറയുന്നത് അതും കേൾക്കും. പക്ഷേ ബാലൻസ് അല്ലാത്ത പേഴ്സണാണ് നിങ്ങളുടേതെങ്കിൽ ആവശ്യമില്ലാതെ തിടുക്കപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കും, പിന്നെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് ബാഡായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, അത് നിങ്ങൾക്കും അനുഭവിക്കേണ്ടതായി വരും. ഇവിടെ ഇത് കൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഇടയിൽ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു കാർമിക് പാറ്റേൺ റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി എൻഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതിന് വേണ്ടി ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട്, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ട്, വളരെയധികം പൊസസീവുമാണിവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കാർമിക്കുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വഴക്കുണ്ടാക്കി കാർമിക്ക് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമാസ് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വളരെയധികം ഹോപ്പ്ഫുള്ളാണ്, കാരണം ഇവരുടെ മനസ്സിലെ ചിന്തകളും ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും എല്ലാം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജി. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇപ്പോഴും തടസ്സങ്ങളുണ്ട്, നിങ്ങൾക്കിടയിൽ കുറച്ച് സമയം എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എല്ലാ വിഷും പൂർണ്ണമാകുന്നതാണ്, പക്ഷേ കുറച്ച് സമയമെടുക്കും, നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് വിഷസ് പൂർണ്ണമാകുമോ എന്ന് നോക്കുമ്പോൾ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷസ് പൂർണ്ണമാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ കുറിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, കാര്യങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ വരാൻ പോകുന്ന സമയം അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുകയും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് സിറ്റുവേഷനിലാവുകയും എല്ലാം ബാലൻസ് ആവുകയും ചെയ്യുന്നതാണ്. പക്ഷേ അതിന് നിങ്ങൾ കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ട് ഇവർക്ക് വേണ്ടി കാത്തിരിക്കണം. അയ്യോ എൻ്റെ പേഴ്സൻ്റെ കോൾ വന്നില്ലേ, ഇപ്പോൾ വരും, നാളെ വരും, അങ്ങനെയല്ല. അവരുടെ ആ ഒരു അവസ്ഥ ഇപ്പോൾ മോശമാണ്, ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവേണ്ടി നിങ്ങൾ കുറച്ച് പേഷ്യൻസോടെ കാത്തിരിക്കുക. അതുകൂടാതെ നിങ്ങൾ അവർക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. കൂടാതെ തേർഡ് പാർട്ടിക്ക് ഒരു എനർജി നിങ്ങൾ കൊടുക്കാൻ പോകരുത്. ഇവിടെ നിങ്ങൾ ഒരാളാണ് നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാം എൻ്റെ ഫേവറിൽ വരും, അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിങ്ങൾ അഫർമേഷൻസ് പറയുക. കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫേവറിൽ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുക നിങ്ങൾ. ഇവിടെ 5 അവേഴ്സ് തൊട്ട് 25 അവേഴ്സ് വരെ എനർജി കുറച്ച് ഹെവി ആയിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എനർജി സെറ്റിൽ ആവുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറിലായി വരികയും ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, സൂര്യഭഗവാനെ രാവിലെ എണീച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആയാൽ നമുക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ രാവിലെ എണീച്ച് പറ്റുമെങ്കിൽ ഒന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് സൂര്യഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ ഭഗവാനോട് പറയുക, എല്ലാം നേരെയാക്കി തരാൻ പറയുക. എല്ലാ ദിവസവും സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ
ഓം സൂര്യായ നമഃ, ഓം സൂര്യായ നമഃ ഇങ്ങനെ 3 പ്രാവശ്യം പറയുക. ഇല്ല എങ്കിൽ സോളാർ പ്ലക്സിസ് ചക്രയുടെ നിറമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ കൂടുതൽ ധരിക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിലും ഷോളെങ്കിലും ആ കളറിലുള്ള ഷോൾ നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നൂല്, ആ കളറിലുള്ള നൂല് നിങ്ങൾ കയ്യിൽ കെട്ടുക. ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം 9 മണിക്കൂർ തൊട്ട് 27 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഹെവി എനർജിയാണ്. ഈ ഒരു ഹെവി എനർജി നിങ്ങൾ രക്ഷപ്പെട്ടാൽ അത്രയും നിങ്ങൾക്ക് നല്ലത്. ഇവിടെ ഞാൻ പറഞ്ഞ 9 മണിക്കൂർ തൊട്ട് 27 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് കളയുകയാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകും. അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള ദേഷ്യത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകും. ആരെങ്കിലും ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ ചെയ്ത് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാലൻസിലായിട്ട് തന്നെ ഇരിക്കണം. അത്രയ്ക്ക് ഹെവി എനർജിയാണ് നിങ്ങൾക്ക്. കാരണം ഈ ഒരു ടൈം പീരീഡിൽ വഴക്കൊത്തിരി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരായിരിക്കും നിങ്ങളോട് ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ദേഷ്യം ഭയങ്കരമായിട്ട് ഓവറായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എങ്കിൽ കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക. അവർ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യമില്ലാതെ പറയാൻ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നെവർ മൈൻഡിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് മാത്രം അവരോട് റിയാക്ട് ചെയ്യാൻ പോവുക. കൂടുതലൊന്നും റിയാക്ട് ചെയ്യാൻ പോകണ്ട. എന്തെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മാത്രം, അല്ലാതെ ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യാൻ പോവരുത് നിങ്ങൾ. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ നിങ്ങളോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്യും, നിങ്ങളോട് ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ എന്താ എൻ്റെ കാർമിക്കിൻ്റെ കൂടെയാണോ ഇപ്പോൾ റിലേഷൻ വച്ചേക്കുന്നത് എന്ന് വരെ തോന്നും. പക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട. ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് സമയത്തേക്ക്, അതായത് 27 മണിക്കൂർ കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു എനർജി ലൈറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി. ഇനി ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസ് ഏതെങ്കിലും സൈൻ ത്രൂവോ ഡ്രീം ത്രൂവോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ജന്മം അവരോട് ബാഡായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബലം ഈ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബലം റിസൾട്ട് ലഭിക്കുന്ന ടൈമാണ്. ഗുഡ് കർമ്മയാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ നല്ലതായിരിക്കും കിട്ടുന്നത്. ബാഡ് കർമ്മയാണ് ചെയ്തത് എങ്കിൽ ബാഡായിട്ടുള്ള ട്രിഗർ ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് കുറച്ച് ഹെവി എനർജിയാണ്. നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസിലിരിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അല്ല എങ്കിൽ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആവുക നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 27 മണിക്കൂർ കഴിഞ്ഞ് പോവുകയും പിന്നെ ആ ഒരു എനർജിയിലുള്ള ആ ഒരു ഹെവിനെസ് മാറുകയും ലൈറ്റ് എനർജി ആവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.